നമസ്കാരം. സാമ്പത്തികമായി ഒരു അത്യാവശ്യം വരുമ്പോൾ എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്ന് ചിന്തിച്ച് തലപുകിക്കുന്നവരാണോ നിങ്ങൾ? പെട്ടെന്ന് പണം ആവശ്യമായി വരുമ്പോൾ ആരുടെ മുന്നിലും കൈനീട്ടാതെ ഏറ്റവും സുരക്ഷിതമായി വായ്പ നേടാൻ സാധിക്കുന്ന ഒരു അടിപൊളി കേന്ദ്ര സർക്കാർ അധിഷ്ഠിത പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലും മൊബൈൽ സന്ദേശങ്ങളിലും കാണുന്ന വ്യാജ വായ്പാ ആപ്പുകളിലും ഉയർന്ന പലിശ ഈടാക്കുന്ന ബ്ലേഡ് കമ്പനികളും സാധാരണക്കാരെ വലിയ സാമ്പത്തിക കടക്കണിയിലാണ് വീഴ്ത്തുന്നത്. എന്നാൽ ₹1 പോലും കടക്കണിയിൽപ്പെടാതെ സമ്പൂർണ്ണ സുരക്ഷിതത്വത്തോടെ വായ്പ നേടാൻ സാധിക്കുന്ന ഒരു ജനപ്രിയ സർക്കാർ സംവിധാനമാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ്. കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അഥവാ IPPB വഴി എങ്ങനെ പേഴ്സണൽ ലോണുകൾ വളരെ വേഗത്തിൽ സ്വന്തമാക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കുന്നത്. അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഈ വായ്പ എങ്ങനെ ഉപകരിക്കും, ഇതിന് ഓൺലൈനായി അപേക്ഷിക്കേണ്ട കൃത്യമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, വായ്പ ലഭിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യാൻ മറക്കരുത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിനെ മാത്രം വായ്പകൾക്കായി തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേയൊരു ഉത്തരമേ ഉള്ളൂ. അത് നൽകുന്ന 100% വിശ്വാസ്യത. നമ്മളുടെ മൊബൈലിലേക്ക് ദിവസവും എത്തുന്ന നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നിമിഷങ്ങൾക്കുള്ളിൽ വായ്പ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് സ്വന്തം പണവും ആത്മാഭിമാനവും നഷ്ടപ്പെടുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ആശയവിനിമയ മന്ത്രാലയത്തിന്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് തപാൽ വകുപ്പിന്റെ പേയ്മെന്റ് ബാങ്കിംഗ് വിഭാഗം. അനാവശ്യമായ ഹിഡൻ ചാർജുകളോ പ്രോസസ്സിംഗ് തട്ടിപ്പുകളോ ഇല്ലാതെ സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും. പരമ്പരാഗതമായ കത്തുകളും മണി ഓർഡറുകളും നൽകിയിരുന്ന പോസ്റ്റ് ഓഫീസുകൾ ഇന്നെല്ലാം ഡിജിറ്റലാക്കി മാറ്റി ഏറ്റവും മികച്ച രീതിയിലുള്ള ആധുനിക ബാങ്കിംഗ് സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി തപാൽ വകുപ്പ് തടസ്സമില്ലാതെ നൽകി വരുന്നത്. സാധാരണയായി ഏതെങ്കിലും ഒരു ബാങ്ക് ശാഖയിൽ പോയി വായ്പയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയും നിരവധിയേറെ കടലാസ് ഫോമുകൾ പൂരിപ്പിച്ച് നൽകുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പദ്ധതിയിൽ സങ്കീർണമായ കടലാസ് ജോലികളിൽ കുടുങ്ങാതെ സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കാം എന്നതാണ് ഏറ്റവും വലിയ ആകർഷണം. ഓൺലൈൻ പോർട്ടലിൽ തിരയുമ്പോൾ തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി തപാൽ വകുപ്പ് തരംതിരിച്ചിരിക്കുന്ന വായ്പകളെക്കുറിച്ച് നമുക്ക് കാണാനാകും. വിദ്യാഭ്യാസം, ബിസിനസ് വികസനം, വീട് നിർമ്മാണം, വാഹനം വാങ്ങൽ, സ്വർണ്ണ പണയം എന്നിവയ്ക്ക് പുറമെ സാധാരണക്കാരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് തുക ലഭ്യമാകുന്ന പേഴ്സണൽ ലോണുകൾക്കാണ് ഇതിൽ ജനപ്രിയത കൂടുതൽ. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് തുക തിരഞ്ഞെടുക്കാനുള്ള എളുപ്പവഴികൾ ഇതിന്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും നേരിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും അനധികൃത ലോൺ ആപ്പുകളും അമിതമായ പലിശയും വലിയ നിബന്ധനകളും മുന്നോട്ട് വെക്കുമ്പോൾ ഇന്ത്യ പോസ്റ്റ് എപ്പോഴും കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് സേവനങ്ങൾ എത്തിക്കാനാണ് മുൻഗണന നൽകുന്നത്. ഒരു അടിയന്തര ഘട്ടത്തിൽ കയ്യിലുള്ള വീടോ വസ്തുവോ പണയം നൽകി അവസാനം അത് നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യം ഇവിടെ അപേക്ഷകർക്ക് ഉണ്ടാകുന്നില്ല. നിങ്ങൾ കൃത്യമായ രേഖകൾ സമർപ്പിക്കുകയാണെങ്കിൽ വായ്പയുടെ അപ്രൂവൽ നടപടികൾ പൂർത്തിയാക്കി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനുവദിച്ച തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. സുതാര്യമായ തിരിച്ചടവ് കാലാവധിയും ലളിതമായ പ്രോസസ്സിംഗ് രീതികളും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഈ വായ്പാ പദ്ധതിയുടെ സാങ്കേതിക ഘടന പരിശോധിച്ചാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നേരിട്ടല്ല വായ്പാ തുക വിതരണം ചെയ്യുന്നത്. മറിച്ച് ഇന്ത്യയിലെ മുൻനിര ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ടുള്ള ഒരു റെഫറൽ മോഡൽ അടിസ്ഥാനമാക്കിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ മുൻനിര ബാങ്കുകളായ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക്, പ്രമുഖ നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായ ഫൈബ് തുടങ്ങി പ്രമുഖ പങ്കാളികളിലൂടെയാണ് തുക അനുവദിക്കുന്നത്. സ്ഥാപനങ്ങൾക്കനുസരിച്ച് വാർഷിക പലിശ നിരക്കുകളിൽ ചെറിയ വ്യതിയാനങ്ങൾ വരാമെങ്കിലും തപാൽ വകുപ്പിന്റെ മധ്യസ്ഥത ഉള്ളതിനാൽ സുരക്ഷിതത്വം പൂർണ്ണമായും ഉറപ്പു നൽകുന്നു. രാജ്യത്തിന്റെ ഏത് കോണിലുള്ളവർക്കും അതത് ബാങ്കുകളുടെ പാൻ ഇന്ത്യ സേവനം ഉപയോഗപ്പെടുത്തി ഈ തപാൽ സംവിധാനത്തിലൂടെ വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് വെബ്സൈറ്റിലൂടെ പേഴ്സണൽ ലോണിനായി അപേക്ഷിക്കേണ്ടത് എന്ന് ഘട്ടം ഘട്ടമായി മനസ്സിലാക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ നൽകിയിട്ടുള്ള ബാങ്കിംഗ് ഓപ്ഷനുകളിൽ നിന്ന് ലോൺ റെഫറൽ സർവീസ് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എന്ന വിഭാഗത്തിലേക്ക് പ്രവേശിക്കുക. പേഴ്സണൽ ലോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കിയ ശേഷം അപേക്ഷിക്കാനായി പേജിൽ കാണുന്ന അപ്ലൈ ഹിയർ അല്ലെങ്കിൽ അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്.
അടുത്ത പേജിലേക്ക് കടക്കുന്നതോടെ നിങ്ങളുടെ പ്രാഥമിക വിവരങ്ങൾ നൽകാനുള്ള ഓപ്ഷനുകൾ തുറന്നുവരും. ഈ പേജിൽ അപേക്ഷകന്റെ നിലവിലുള്ള മൊബൈൽ നമ്പറും ഏരിയ പിൻകോഡും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് സെക്യൂരിറ്റിക്കായി നൽകിയിരിക്കുന്ന ഐ എം നോട്ട് എ റോബോട്ട് എന്ന ക്യാപ്ച ബോക്സ് ടിക്ക് ചെയ്ത ശേഷം ഗെറ്റ് OTP ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന OTP നമ്പർ സൈറ്റിൽ നൽകി വെരിഫൈ ചെയ്യുന്നതോടെ ലോഗിൻ പ്രക്രിയ പൂർത്തിയാകും. അതിനുശേഷം തുറന്നു വരുന്ന ഡിജിറ്റൽ അപേക്ഷാ ഫോമിൽ നിങ്ങളുടെ പേര്, വിലാസം, പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ തുടങ്ങിയ അടിസ്ഥാനപരമായ വ്യക്തിഗത വിവരങ്ങൾ തെറ്റുകളില്ലാതെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതുണ്ട്. ഇനി ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴി ഈ വായ്പ ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന മാനദണ്ഡങ്ങൾ അഥവാ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിയേണ്ടതുണ്ട്. ആദ്യമായി അപേക്ഷിക്കുന്ന വ്യക്തി നിർബന്ധമായും ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. രണ്ടാമതായി അപേക്ഷകന് കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതായത് പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അർഹതയുള്ളൂ. അടുത്ത പ്രധാന കാര്യം വായ്പാ തുക കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള സ്ഥിരമായ ഒരു വരുമാന സ്രോതസ് അപേക്ഷകന് ഉണ്ടായിരിക്കണം എന്നതാണ്. ശമ്പളക്കാരോ സ്വയം തൊഴിൽ ചെയ്യുന്നവരോ ആയ വ്യക്തികൾക്ക് ഇതിനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതുണ്ട്. വിലാസവും തിരിച്ചറിയലും തെളിയിക്കാനായി ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ നിർബന്ധമാണ്. അതോടൊപ്പം നിങ്ങളുടെ തിരിച്ചടവ് ശേഷി ബോധ്യപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ ഏതാനും മാസങ്ങളിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ സാലറി സ്ലിപ്പോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ രേഖകളോ കരുതേണ്ടതുണ്ട്. കൂടാതെ തപാൽ വകുപ്പിന്റെ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്ക് വായ്പാ നടപടികൾ കൂടുതൽ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. നിലവിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആക്റ്റീവായ ഇമെയിൽ ID, ഫോൺ നമ്പർ എന്നിവയും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടി വരും. ചുരുക്കത്തിൽ കൃത്യമായ മുൻകരുതലോടെയും പ്ലാനിങ്ങോടെയും സമീപിച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നൽകുന്ന ഈ അവസരം വളരെ പ്രയോജനപ്രദമാണ്. ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയും സുതാര്യമായ നടപടിക്രമങ്ങളും ഇതിനെ മറ്റ് സ്വകാര്യ വായ്പകളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിർത്തുന്നു. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള മികച്ച അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. Please subscribe our channel.